ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞത് അവനെ ക്ഷമിക്കാനുള്ള ഒരു വിശാല മനസ്സുണ്ടാകണം. പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ദൈവത്തിൻ്റെ കൂടെ നടന്ന മോശയ്ക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലും മോശയെ ദൈവം അഭ്യസിപ്പിച്ചെടുത്തത് എല്ലാത്തിനെയും നിനക്ക് എങ്ങനെ അതിജീവിക്കാം, എല്ലാ വിഷയങ്ങളെയും എങ്ങനെ നിനക്ക് തരണം ചെയ്യാം. നിങ്ങളത് ശീലിക്കണം. നിങ്ങളുടെ ഏകാന്തതകൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ അസമാധാനങ്ങൾ, നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾ, നിങ്ങൾ അനുഭവിക്കുന്ന മറ്റിതര ബുദ്ധിമുട്ടുകൾ, സൊസൈറ്റിയിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനെയൊക്കെ നിങ്ങൾ അതിജീവിക്കാനുള്ള ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചതെന്നാൽ, നീയും മിസ്രയീം ദേശത്ത് നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ഞാൻ അബ്രഹാമിനോട് ഇസഹാക്കിനോട് യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശയ്ക്ക് തന്നെ പോകുവിൻ. ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. കനാന്യർ, അമോര്യർ, ഹിത്യർ, പെരിസ്ത്യർ, ഹിവ്യർ, യബൂസിയർ എന്നിങ്ങനെ ഞാൻ ഓടിച്ചു കളയും. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കില്ല. നീ ദുശാഠ്യമുള്ള ജനമാകുന്നു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു. ആരും തൻ്റെ ആഭരണം ധരിച്ചില്ല. നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു. ഞാനൊരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണം എന്ന് അറിയിക്കേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. അങ്ങനെ ഹോരേബ് പർവ്വതത്തിൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല. മോശ കൂടാരമെടുത്ത പാളയത്തിൽ നിന്ന് പുറത്ത് പാളയത്തിന് ദൂരത്ത് അടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേർ ഇട്ടു. യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താൻ്റെ കൂടാരവാതിൽക്ക് നിന്നും മോശ കൂടാരത്തിനകത്ത് കടക്കുവോളം അവനെ നോക്കിക്കൊണ്ടിരുന്നു. മോശ കൂടാരത്തിൽ കടന്നപ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. ജനമെല്ലാം കൂടാരവാതിൽക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ട് ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താന്താൻ്റെ കൂടാരവാതിൽക്ക് വെച്ച് നമസ്കരിച്ചു. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കും പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിൽ നിന്ന് മടങ്ങി വന്നു. അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂൻ്റെ മകനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ട് പിരിയാതെ ഇരുന്നു. അതിനകത്ത് നമുക്ക് പുറപ്പാട് 31:17 ഇങ്ങനെയായിരിക്കുന്നത്, യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എന്നരുളി ചെയ്തു. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും. നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും. ആരോട് പറഞ്ഞു? ദൈവം മോശയോട് പറഞ്ഞു, നീ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും. നീ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും. ഒരു വാക്യം കൂടെ നമുക്ക് യോശുവയുടെ പുസ്തകം 10:14 ഇങ്ങനെ ഇരിക്കുന്നു, യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. ഒരിക്കൽ കൂടി, യഹോവ ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച ആ ദിവസം പോലെ ഒരു ദിവസവും അതിന് മുമ്പും ഒരു മനുഷ്യൻ്റെ വാക്ക് ദൈവം കേട്ട് അനുസരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അനുസരിച്ചതുപോലെ അതിന് മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. ഇസ്രായേലിന് വേണ്ടി യഹോവ യുദ്ധം ചെയ്തു. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തു. 2 വാക്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്നത്. ഒന്ന് എന്തായിരുന്നു? മോശയോട് നീ പറഞ്ഞ വാക്ക് പോലെ ഞാൻ ചെയ്യും. ഇതാണ് ദൈവം. മോശ ദൈവത്തിൻ്റെ നല്ല മോനായി, അത്ര മാത്രമേ ചെയ്തുള്ളൂ. യോശുവ കൂടാരം വിട്ട് പിരിയാതെ മോശയെ അസിസ്റ്റ് ചെയ്ത് കൂടെ നിന്നു. ഇത്ര മാത്രമേ അവർ ചെയ്തുള്ളൂ. ഇനി രണ്ടുപേരും തമ്മിൽ നോക്കുന്ന സമയത്തിൽ വ്യത്യസ്തമാണ്. മോശ വലിയ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അറിയാമോ എവിടെയെന്ന്? ഫറവോൻ്റെ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഫറവോൻ്റെ വലിയ യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല, വലിയ കുടുംബത്തിലാണ് അവൻ വളർന്നത്. ഫറവോൻ്റെ പുത്രിയുടെ മകനായിട്ട്, രാജാവിൻ്റെ പുത്രിയുടെ മോനായിട്ടാണ് അവൻ വളർന്നത്.
അപ്പോൾ അത്രയും വലിയ സൗകര്യങ്ങളെല്ലാം ഉള്ളവനായി അവൻ കൊട്ടാരത്തിൽ വളർന്നു. വലിയ കോളേജിൽ അവൻ പഠിച്ചു. വലിയ ഉന്നതന്മാരായ സുഹൃത്ത് ബന്ധങ്ങളും കാര്യാദികളെല്ലാം മോശയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ യോശുവയ്ക്കോ ഒന്നുമില്ല. ഒരിക്കൽ കൂടെ, ഈ മോശ ചില്ലറക്കാരനല്ലായിരുന്നു. വലിയ കോളേജിൽ പഠിച്ചിറങ്ങിയവൻ, വലിയ കുടുംബത്തിൽ ജനിച്ചു വളർന്നവൻ, വലിയ രാജാവിൻ്റെ ചെറുകുട്ടിയായിട്ട് വളർന്നവൻ, വലിയ സുഹൃത്തുക്കളുടെ ഇടയിൽ വന്നവൻ. അവൻ വലിയ ഒരു ദൈവദാസനായി തീർന്ന ചരിത്രം ഞാൻ പറയേണ്ട ആവശ്യകതയില്ല. ദൈവം അവനെ പണിത് ആ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ചു. പക്ഷേ യോശുവയ്ക്ക് ഈ ഒരു യാതൊരുവിധ പാരമ്പര്യവുമില്ലായിരുന്നു. ഒരു വാക്യം വായിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചോ. കൂടാരം വിട്ടു പിരിയാതെ നിന്ന ഒരു വ്യക്തിയാണ് യോശുവ. 11-ാം വാക്യം, ഒരുത്തൻ തൻ്റെ സ്നേഹിതന്മാരോട് സംസാരിക്കുന്നപ്പോൾ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂൻ്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരം വിട്ടു പിരിയാതിരുന്നു. ഈ യോശുവയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം യുദ്ധം ചെയ്തത്. വല്ലതും പിടിയിട്ടുണ്ടോയെന്നറിയത്തില്ല. യോശുവയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം. യോശുവ പറഞ്ഞതുപോലെ ദൈവം കേട്ടു, മോശ പറഞ്ഞതുപോലെ. അപ്പോൾ രണ്ടും ഈക്വലായി. വലിയ കോളേജിൽ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വിഷയം കടന്നു വന്നില്ല. യോശുവയെ കുറിച്ച് അവൻ ഒരു കോളേജിലും പഠിച്ചില്ല, അവൻ ഒരു യൂണിവേഴ്സിറ്റിയിലും പോയില്ല, അവനൊരു വലിയ കുടുംബത്തിലെ വ്യക്തിയുമല്ല, നൂൻ്റെ മകൻ, ഒരു സാധാരണക്കാരൻ്റെ മകനായി. പക്ഷേ രണ്ടുപേരോടും ദൈവം പറഞ്ഞത്, നീ പറയും പോലെ ഞാൻ കേൾക്കാം, നീ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. രണ്ടുപേരെയും ദൈവം ഒരേ തരത്തിൽ അംഗീകരിച്ചതിൻ്റെ പിന്നിൽ ഒന്നുണ്ടായിരുന്നു. മോശയോടൊപ്പം, മോശയോട് അത്ര യോശുവായെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ദൈവം ഇവരെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്തതിൻ്റെ പിന്നിൽ യോശുവ ചെയ്തത്, അവൻ ദൈവത്തിൻ്റെ ആലയം വിട്ടു പിരിയാതെന്നു. ഹല്ലേലൂയ! ഒന്ന് കൈയടിച്ചു ദൈവത്തിന് നന്ദി പറ. ഒരുപക്ഷെ ഇന്ന് ചിലർ ഒരാളോടെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിച്ച് കാണുമല്ല, രാവിലെ പള്ളിയിൽ പോയില്ലേ, അത് പോരെ, വീണ്ടും എന്താ ഒരുങ്ങി കെട്ടി പോണത്? ഇവിടെ എങ്ങും പള്ളി ഇല്ലാത്തത് കൊണ്ടാണോ പോകുന്നത്? അല്ലേ? ഇതെന്തൊന്ന് ഒരു പള്ളിയിൽ പോയാൽ പോരെ, ഇനിയിപ്പോൾ അങ്ങ് തിരുമല ചർച്ചയിൽ പോയാലേ ശരിയാകത്തുള്ളൂ. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേൾക്കേണ്ടി വന്നല്ലോ. അപ്പം നിങ്ങൾക്ക് എന്നെ തോന്നിപ്പോയെന്നിരിക്കാം, കൂടിപ്പോയോ എന്തോ, പ്രാർത്ഥന കൂടിപ്പോയോ എന്തോ, എല്ലാം കണക്കിന് പോരെ എന്ന് ചിലപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചെന്നിരിക്കാം. യോശുവയുടെ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത, അവൻ കൂടാരത്തെ വിട്ട് പിരിയാതെ നാമൻ ഉരുമി നടന്നപ്പോൾ അവൻ്റെ മേലൊരു പ്രത്യേക അനുഗ്രഹം വന്നു. സ്തോത്രം! വലിയ ക്രൂസേഡ് നടക്കുന്ന ദിവസം മാത്രമല്ല യോശുവ ദൈവാലയത്തിൽ പോയത്, അല്ലാത്ത ദിവസവും പറഞ്ഞത് മനസ്സിലാകും. ഒരു ക്രൂസൈഡ് രോഗശാന്തി പ്രാർത്ഥനയും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളൊരു യോശുവയാകാൻ പോകുകയാണ്. നിങ്ങൾ ആലയം വിട്ടുപിരിയാതെ, ആലയത്തിനകത്ത് എത്രത്തോളം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ആലയത്തിനകത്ത് എത്രത്തോളം നിങ്ങൾ കരയുകയും പ്രാർത്ഥിക്കുകയും ദേശത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ, ദൈവം നീ പറയുന്നത് ആമേൻ അംഗീകരിക്കും. അനുസരിച്ചെന്നാണ് വാക്ക്. എനിക്കത് പറയാനുള്ള ധൈര്യം പോരാ. അവിടെ എഴുതിയിരിക്കുന്നത് നീ പറയുന്നത് അനുസരിച്ചു എന്നൊക്കെയാണ്. എനിക്ക് പറയാൻ ധൈര്യം പോരാ. ഞാൻ ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ കൂടാരം വിട്ടുപിരിയാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ദൈവം അങ്ങോട്ട് അംഗീകരിക്കും. ഭയങ്കര സന്തോഷമാണത്. അല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കർത്താവ് അംഗീകരിക്കുമെങ്കിൽ അതൊരു സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നവർ കൈയടിച്ചു പറ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ എൻ്റെ അപ്പൻ വിലക്കെടുക്കാതിരിക്കുമ്പോൾ, എൻ്റെ അമ്മ വിലക്കെടുക്കാതിരിക്കുമ്പോൾ, എൻ്റെ ഭർത്താവും ഭാര്യയും വിലക്കെടുക്കാതിരിക്കുമ്പോൾ, എൻ്റെ മക്കൾ വിലക്കെടുക്കാതിരിക്കുമ്പോൾ, എൻ്റെ വേണ്ടപ്പെട്ടവർ വിലക്കെടുക്കാതിരിക്കപ്പെടുമ്പോൾ സ്വർഗം എൻ്റെ കാര്യങ്ങൾ വിലക്കെടുക്കുന്നുവെങ്കിൽ എനിക്കത് സന്തോഷമാ. സ്തോത്രം! നിങ്ങൾ പറയുന്ന കാര്യങ്ങളെയൊക്കെ ദൈവം അങ്ങാണ്ട് അംഗീകരിക്കും. ഞാനിത് വെറുതെ കഥ പറയുന്നില്ല, ദൈവവചനമാണ് പറയുന്നത്, കർത്താവിൻ്റെ വചനം.
അപ്പോൾ വലിയൊരു ബാക്ക്ഗ്രൗണ്ടുള്ള മോശയെയും ദൈവം മാനിച്ചു. ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാണ്ടിരുന്ന യോശുവയെയും ദൈവം മാനിച്ചു. ആ വാക്ക് കേട്ടിട്ട് ഇസ്രായേലിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ യോശുവയെ പിടിച്ച് മുൻപിൽ നിർത്തിയെങ്കിലും ദൈവം പറയുന്നു, ഞാനാണ് യുദ്ധം ചെയ്തത്. അപ്പോൾ അതൊന്ന് തിരിച്ചറിയണം. യുദ്ധമുണ്ടായി. യുദ്ധം എവിടെയൊക്കെ ഉണ്ടായി. ഒടുവിൽ നിങ്ങൾ ജയിച്ചു. എല്ലാവരും പറഞ്ഞു, നീ മിടുക്കൻ, കഴിവുള്ള വ്യക്തിയാണ്, കൊള്ളാം, നല്ലത്. പക്ഷെ ഇന്ന് പരിശുദ്ധാമ്മ പറയുന്നു, നീയല്ല യുദ്ധം ചെയ്തത്, നിനക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യുകയായിരുന്നു. യഹോവ നിനക്ക് വേണ്ടി നിൽക്കുകയായിരുന്നു. യഹോവ നിനക്ക് വേണ്ടി പുറപ്പെടുകയായിരുന്നു. യഹോവ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. നമ്മുടെ വിജയങ്ങൾക്ക്, നമ്മുടെ ഉയർച്ചകൾക്ക് മഹത്വം എപ്പോഴും നമ്മൾ ദൈവത്തിന് കൊടുക്കണം. നമ്മൾ വിചാരിക്കും നമ്മൾ ചിലയിടത്ത് യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ചിലയിടത്തൊക്കെ നമ്മൾ ജയിക്കും, അല്ലേ? ഭൂതത്തോട് നമ്മൾ ജയിക്കും. യെസ്, കേസിൽ ജയിച്ചവർ, ആമേൻ, രോഗത്തിൽ ജയിച്ചവർ, ആമേൻ, സർജറിയിൽ ജയിച്ചവർ, ആമേൻ, സാമ്പത്തിക മേഖലകളിൽ വിജയിച്ചവർ. മറന്നു പോകരുത്, നിനക്ക് വേണ്ടി നീ അറിയാതെ യുദ്ധം ചെയ്ത ഒരു ദൈവം ഈ ദിവസങ്ങളിൽ നമ്മുടെ കൂടെയുണ്ട്. മനസ്സിലായവർ രണ്ട് കരങ്ങളെ ചേർത്തടിച്ച ദൈവത്തിന് നന്ദി അർപ്പിക്കാവൂ. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത്, ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. 32-ാമത്തെ അധ്യായത്തിലാണ് ഒരു പ്രശ്നം, ഒരു ക്ലാഷ് ഉണ്ടായി. ദൈവവും ജനങ്ങളും തമ്മിലുള്ള, മോശയും തമ്മിൽ ഒരു ചെറിയ ക്ലാഷ് ഉണ്ട്. ഒരു ഭാഗത്ത് ഒരു സ്നേഹിതനോട് സംസാരിക്കും പോലെയാണ് ദൈവവും മോശയും തമ്മിൽ സംസാരിച്ചു, നമ്മൾ വായിച്ചു. പക്ഷേ 11-ാം വാക്യത്തിലാണ്, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചത് വായിച്ചു. പക്ഷേ അതിന് തൊട്ട് മുമ്പിലുള്ള അധ്യായവും തൊട്ട് മുൻപിലുള്ള ഭാഗവും അവർ തമ്മിലൊരു ക്ലാഷ് ഉണ്ടായി. മോശ സീനായി പർവ്വതത്തിൽ മേളിലേക്ക് പോകുകയാണ്. എന്താ, ദൈവത്തിൻ്റെ ഭക്തന്മാർ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഒറ്റയ്ക്കിരിക്കാറുണ്ട്. ഒറ്റയ്ക്കിരിക്കണം, അത് അവരുടെ ശുശ്രൂഷയുടെ ഭാഗമാണ്. ഈ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ ദാസന്മാരുണ്ട് എങ്കിൽ അത് ചെയ്യണം, ദൈവത്തിൻ്റെ ദാസിമാരുണ്ട് എങ്കിൽ അത് ചെയ്യണം. എപ്പോഴും നിങ്ങൾക്ക് കൂട്ടായിട്ടുള്ള പ്രാർത്ഥനകൾ മാത്രം പോരാ, എപ്പോഴും നിങ്ങൾക്ക് കുടുംബ പ്രാർത്ഥനകൾ മാത്രം പോരാ. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ഒരു സ്ഥലം നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളുടെ വീട്ടിൽ ആണ് എങ്കിലും നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കാനൊരു സ്ഥലം. ആത്മശക്തിയിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ദൈവത്തോട് ഒറ്റയ്ക്ക് ചെന്നിരിക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കണം. മാത്രമല്ല, ആ അഭിഷേകമുള്ള വ്യക്തികൾ പലപ്പോഴും അത് ആഗ്രഹിക്കും. ഒറ്റയ്ക്കിരിക്കാൻ അവർക്ക് വലിയ ആഗ്രഹമായിരിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവം അവരെ ഒരിക്കലും ഒറ്റപ്പെടുത്തത്തില്ല. സ്തോത്രം, 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 സ്തോത്രം. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? നിങ്ങൾ കർത്താവിനോട് കൂടെ ഇരിക്കാൻ, അഥവാ ദൈവസന്നിധിയിൽ ഒറ്റയ്ക്കിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ദൈവം നിങ്ങളെ ഒരിക്കലും ഒറ്റപ്പെടുത്തത്തില്ല. മനസ്സിലാകുന്നു? ഒറ്റപ്പെടുത്തത്തില്ല. നമ്മളെപ്പോഴും നമ്മളെ സഹായിക്കാൻ ദൈവം ചിലരെ വേർതിരിക്കും. പക്ഷേ നമ്മുടെ നല്ല കാലഘട്ടങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിച്ചവർക്കേ അറിയാവൂ. എല്ലാവർക്കും അറിയത്തില്ല ഒറ്റപ്പെടലിൻ്റെ വേദന എത്രത്തോളമെന്ന്. നിങ്ങളെ സഹായിക്കാൻ ആളില്ലാതെ, ബന്ധുക്കളില്ലാതെ, മിത്രാദികളില്ലാതെ, സുഹൃത്തുക്കളില്ലാതെ, പരിചയക്കാരില്ലാതെ ഒറ്റപ്പെടൽ അനുഭവിച്ച ആരെങ്കിലുമൊക്കെ ഈ കൂട്ടത്തിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവർക്കറിയാം അതിൻ്റെ വേദനയുടെ കാഠിന്യത എത്രത്തോളമെന്ന്. ഇന്ന് പകൽ സമയം പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, നീ ഒറ്റയ്ക്കിരിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒറ്റപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ ഒറ്റപ്പെടലുകൾ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രൊട്ടക്ഷന് കാരണമാകും.
ഞാനതിനെ കൂടുതൽ ഇനി അങ്ങ് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഏകാന്തതകൾ മിസ്യൂസ് ചെയ്യരുത്. ദൈവത്തോട് ചെലവിടാൻ വേണ്ടി ശ്രമിക്കണം. ദൈവത്തോട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ദൈവത്തോട് കൂടെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ആ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തിൽ അവൻ സംസാരിക്കും, അവൻ ഇടപെടും, അവൻ നമ്മുടെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സീനായി പർവ്വതത്തിലേക്ക് മോശ കയറിയപ്പോൾ താഴെ അഹരോനും കൂട്ടരും, എവിടെ ഈ പള്ളിക്കാരാണല്ലോ കുഴപ്പം എന്ന് ഞാൻ പറഞ്ഞ് അങ്ങ് നിർത്തുന്നു അവിടെ. അപ്പോൾ അഹരോനും കൂട്ടരും അങ്ങനെ നിൽക്കട്ടെ. അവരെല്ലാവരും കൂടെ പറഞ്ഞു, നിങ്ങളെ ഈ കഴുത്തേ കിടക്കുന്ന കാതിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഞെത്താന്ന് പറഞ്ഞു. അപ്പോൾ ഊരി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ സഹോദരിമാരും ഉണ്ടായിരുന്നു. അവർ പിന്നെ ചോദിക്കേണ്ടത് താമസം, അപ്പം തന്നെ ഊരി കൊടുക്കുമല്ലോ. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന്, 3-ാം വാക്യം 32:3, ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. 2-ാം വാക്യം വായിക്കാം. അഹരോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിനെന്ന് പറഞ്ഞു. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. അഹരോൻ അത് കണ്ടാറെ അതിനു മുൻപാകെ ഒരു യാഗപീഠം പണിതു നാളെ യഹോവയ്ക്കൊരു ഉത്സവം എന്ന് വിളിച്ച് പറഞ്ഞു. പിറ്റേന്നാൾ അവർ അതികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാന ഹോമങ്ങളും അർപ്പിച്ച് ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു. മനസ്സിലായോ? അപ്പോൾ കയ്യിലും കാത്തിലും കിടന്ന സ്വർണങ്ങളെല്ലാം എടുത്തു കൊടുത്ത് അവരിതെല്ലാം കൂടെ വച്ചിട്ട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി പറഞ്ഞു, ഇതാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞു. അപ്പോൾ മോശയില്ല. മോശ കുറച്ച് ദിവസത്തേക്ക് ഗൾഫിൽ പോയിരിക്കുകയാണ്. എവിടെ പോയി? സീനായി പർവ്വതത്തിൽ പോയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ പുള്ളിക്കാരൻ്റെ കണ്ണ് വെട്ടിയപ്പോൾ ഇവിടെ എല്ലാം പോയി. ഒരു നടത്തിപ്പുകാരൻ കണ്ണിൽ എണ്ണ ഒഴിച്ചതുപോലെ ഇരുന്നില്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നടത്തിപ്പുകാർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് നമ്മളെ ഏൽപ്പിച്ച കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യണ്ടേ? ചെയ്താലേ മതിയാകൂ. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഉറക്കം വന്നെന്ന് വെച്ചുകൊണ്ട്, നിങ്ങൾക്ക് ക്ഷീണം വന്നെന്ന് വെച്ചുകൊണ്ട്, നിങ്ങൾക്ക് രോഗം വന്നു വെച്ചുകൊണ്ട്, നിങ്ങൾക്ക് മറ്റ് ഇതര പ്രയാസങ്ങൾ വന്നു എന്ന് വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളെ ശത്രു തടസ്സപ്പെടുത്താൻ നിങ്ങൾ അനുവദിക്കരുത്. ശരീരം ബലഹീനമായി കൊണ്ടിരിക്കുമ്പോഴോ ആത്മാവ് ഒരുക്കമുള്ളതാണെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് പോകണം, ജയിക്കണം. സാഹചര്യങ്ങൾ സകലവും നിങ്ങൾക്ക് അനുകൂലമായി വന്നതിന് ശേഷം നിങ്ങൾക്കെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. പ്രതികൂല സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? പ്രതികൂല സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? ആ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യണം. മനസ്സിലാകുന്നുവോ? തോൽക്കരുത്, തോൽക്കാൻ തയ്യാറാകരുത്. ഞായറാഴ്ച കല്യാണം വരും, തോൽക്കരുത്. മരണം വരും, തോൽക്കരുത്. രാവിലെ എവിടെ പോകാം, വൈകിട്ട് വേണമെങ്കിൽ പോവാം, പിറ്റേ ദിവസം പോകും, തലേ ദിവസം പോകുക, അതൊക്കെ ചെയ്യാം. തോൽക്കരുത്. ഞായറാഴ്ച ബന്ധുക്കൾ നമ്മുടെ വീട്ടിൽ വരും. തിങ്കളാഴ്ചയും സാറ്റർഡേ ഒന്നും വരില്ല. കാരണം പ്രാർത്ഥന മുടക്കണമെങ്കിൽ എന്ന് തന്നെ വരണം, ഞായറാഴ്ച തന്നെ. തോൽക്കരുത്, തോൽക്കരുത്. നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ചെന്നിരിക്കുമ്പോൾ ഭയങ്കര ഉറക്കവും ക്ഷീണവും വരും. തോൽക്കരുത്. പ്രാർത്ഥനയ്ക്ക് ചെന്നിരിക്കുമ്പോൾ പിള്ളേർ, അതുവരെ വിളിക്കാത്ത പിള്ളേർ കിയോന് അലാറം വിളിക്കും പോലെ വിളിക്കും. തോൽക്കരുത്. മനസ്സിലാകുന്നു? അവരൊക്കെ നിരപരാധികളാണ്. എല്ലാ ദിവസവും 6 മണിയാകുമ്പോൾ തലേക്കിടം മുണ്ടും വെച്ച് കിടന്ന് ഉറങ്ങുന്ന കുട്ടികൾ, ഇനി കുടുംബ പ്രാർത്ഥന തുടങ്ങുമ്പോൾ പിള്ളേർ ഉറങ്ങൂല, ഉണർന്നിരിക്കും വിളിക്കുന്നവരെ അല്ലേ. തോൽക്കരുത്. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ പലപ്പോഴും നമുക്ക് വിപരീതമായിട്ടിരിക്കപ്പെടുമ്പോൾ നമ്മൾ പരസ്പരം ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. മോശ ദൈവസന്നിധിയിൽ പോകുകയാണ്. അവന് സാഹചര്യം വിപരീതമാണ്. ഇവരെ വിട്ടേച്ച് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് മോശയ്ക്ക് നന്നായിട്ടറിയാം. പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ പാദാരംഭത്തിൽ ഇരിക്കേണ്ടടുത്ത് ഇരിക്കണ്ടേ, എൻ്റെ ദൈവത്തോട് സംസാരിക്കാൻ പോകേണ്ടടുത്ത് പോകണ്ടേ, എനിക്ക് പോയാലേ മതിയാകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ ഒറ്റയ്ക്കിരിക്കുവാൻ, ദൈവത്തോട് ഒറ്റയ്ക്ക് സംസാരിക്കുവാൻ
കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നപ്പോൾ ഇവിടെ താഴേക്ക് അഹരോന്റെ നേതൃത്വത്തിൽ ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. മോശയ്ക്ക് തിരിച്ചു വന്ന ദൈവത്തിൻ്റെ ആലോചനയൊക്കെ ആയിട്ട് കൽപ്പനകളും ഒക്കെ ആയിട്ട് താഴേക്ക് വന്നപ്പോൾ ഇവർ ഈ കാളക്കുട്ടിയെ വെച്ച് യാഗം കഴിക്കുകയാണ്. 5-ാം വാക്യം, അഹരോൻ അത് കണ്ടാറെ അതിനു മുൻപാകെ ഒരു യാഗപീഠം പണിത് നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. നാളെ തിരുവോണമാണെന്നാണ് വിളിച്ചു പറഞ്ഞത്. ഒരു ഉത്സവം. ആരില്ലാത്ത സമയം നോക്കിയാണ് ഇവിടെ ഉത്സവം പ്രഖ്യാപിച്ചത്. മോശയില്ലാത്ത സമയം നോക്കി താഴെ കാളക്കുട്ടി ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കങ്ങ് അടിച്ചൊരു പൊളി പൊളിക്കാം. മോശ അവിടെ തന്നെ ഉണ്ട്, നമ്മുടെ സമാഗമന കൂടാരം അവിടെ തന്നെ ഉണ്ട്, എല്ലാം അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇത് ചിങ്ങമാസമാണെങ്കിൽ നമുക്കൊരു ഉത്സവം ആചരിച്ചിട്ടേ ഉള്ളൂ. എല്ലാവരുടെയും മുഖമൊക്കെ കറുത്തു. ചേട്ടാ അടുത്ത ആഴ്ച ഒരു സാരി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഇങ്ങേരാറ്റിതിപ്പോൾ ഇല്ലാതാക്കും അല്ലേ? എനിക്കറിയാം. അവരൊരു ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് എല്ലാം ചെയ്തു വച്ചിരിക്കുന്നത്. ഞാൻ വിടുന്നു. ഉത്സവമൊക്കെ നമുക്ക് വേണം, ദൈവത്തെ മറികടന്നൊരു ഉത്സവം വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. എല്ലാറ്റിനും ഒരു ബാലൻസ് വേണം. സകലത്തെ ബാലൻസ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതാണ് ഒരു മനുഷ്യൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നടത്തിപ്പുകാരൻ ഈ ഉത്സവം വേണോ വേണ്ടോ എന്ന് പറയാൻ അവിടെ ആളില്ലാണ്ടായിപ്പോയി. പുള്ളിക്കാരൻ ദൈവസന്നിധി ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ യാഗം കഴിക്കണോ കഴിക്കണ്ടേ, നിങ്ങൾ ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കണോ ഉണ്ടാക്കണ്ടയോ, നിങ്ങൾ ഈ അത്തം ഇടാൻ പാടുണ്ടോ പാടില്ലയോ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ പാടില്ല, ഇതൊന്നും പറഞ്ഞ് ഇവരെ ക്രമീകരിക്കുവാനായിട്ട് അവിടെ ആരുമില്ലാത്ത സമയത്തിൽ ബോധിച്ച പാതിൽ അവർ ഉത്സവം ആചരിച്ചു. സുഹൃത്തുക്കളെ, ഒരു ദൂത് ഞാൻ ആലോചിക്കട്ടെ. സത്യ ദൈവത്തിങ്കിലേക്ക് നമ്മൾ കടന്നു വന്നുവെങ്കിൽ ദൈവത്തിന് ഹിതമില്ലാത്ത ഒരു പ്രവൃത്തികളും നിങ്ങളിലേക്ക് കടന്നു വരാതിരിപ്പാൻ നിങ്ങൾ വളരെയധികം ശ്രമിക്കണം. ശാസിച്ച് മാറ്റിയ, ബത്സിച്ച് മാറ്റിയ, ഉപവസിച്ച് മാറ്റിയ, ആരാധിച്ച് മാറ്റിയ, പ്രാർത്ഥിച്ച് മാറ്റിയ, വചനം കേട്ട് മാറ്റിയതായിട്ടുള്ള പൈശാചിക ശക്തികൾ തിരിച്ചു കയറണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എവിടെയെങ്കിലും ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ള ഏതെങ്കിലും ഒരു ആചാര അനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നമ്മിൽ നിന്ന് അകന്നുപോയ പൈശാചിക ശക്തികൾ വീണ്ടും കടന്നു വന്ന് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുവാനും പ്രയാസപ്പെടുത്തുവാനും മുഖാന്തരമാകൊണ്ട് അഹരോനൊരു ഉത്സവം പ്രഖ്യാപിച്ചു. ആ ഉത്സവം അവരുടെ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് നിന്നുവെങ്കിൽ ഇന്ന് പകൽ സമയത്തിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഉത്സവങ്ങൾ നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമാകരുത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഈ കാളക്കുട്ടി ഉണ്ടാക്കിയതിൽ ജനങ്ങളും ദൈവവുമായിട്ട് ഭിന്നിച്ച സമയത്തിൽ ദൈവം പറഞ്ഞു, ഞാനിതിന് പകരം കൊടുത്തിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ 32, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ. അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങി ചെന്നു പറഞ്ഞു, എന്തെന്നാൽ അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്തു, പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായിച്ച് കളയണമേ. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ആകയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളി ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടു പോക. എൻ്റെ ദൂതനെ നിൻ്റെ മുമ്പിൽ നടക്കും. എന്നാൽ എൻ്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും എന്ന് അരുളി ചെയ്തു. മോശയുടെ മറ്റൊരു സ്വഭാവമാണ്, ഈ പാപം ചെയ്ത ജനത്തോട് വെറുപ്പ് കാണിച്ചില്ല. ഒരു ഭാഗത്ത് അടിച്ചു പൊട്ടിച്ച് പ്രശ്നം ഉണ്ടാക്കി ദേഷ്യം കാണിച്ചു, പക്ഷെങ്കിലും പെട്ടെന്ന് തണുത്തു. ഒരു ദൈവദാസൻ്റെ പ്രത്യേകതയാണ്, ഒരു ദൈവദാസിയുടെ പ്രത്യേകതയാണ്, പെട്ടെന്ന് നിങ്ങൾ ക്ഷമിക്കണം, പെട്ടെന്ന് നിങ്ങൾ തണുക്കണം. നിങ്ങൾ ബൈബിൾ പഠിപ്പിക്കുന്ന എന്താണ്? കോപിച്ചാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? നിരപ്പ് പ്രാപിക്കണം. ഭർത്താവ്, ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരൊക്കെ എന്നെ കേട്ടോടി. ദൈവവചനത്തെ മാക്സിമം നമ്മൾ അനുസരിക്കാൻ കഴിയുന്നത് അനുസരിക്കണം. അപ്പോൾ സന്ധ്യയായി കഴിയുന്നതിന് മുൻപ് നിങ്ങൾ നിരപ്പ് പ്രാപിക്കണം. പിറ്റേ ദിവസത്തേക്ക് മാറ്റി വയ്ക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 2 പേര് 2 വീട്ടിൽ കിടക്കരുത്, നിങ്ങൾ 2 റൂമിൽ ചെന്ന് കിടക്കരുത്, നിങ്ങൾ 2 സ്ഥലത്താകരുത്. സൂര്യൻ അസ്തമിക്കുന്നത് വരെ അത്യാവശ്യം പിണങ്ങിയിരിക്കണൊക്കെ നല്ലതാണ്. വല്ലപ്പോഴും പിണങ്ങിയാൽ മാത്രമേ ഈ ഇണക്കത്തിൻ്റെ വാല്യൂ മനസ്സിലാകുള്ളൂ.
അല്ലേ? മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും ആയിക്കൊള്ളട്ടെ. പക്ഷേ ഒരു സമയം ദൈവം തന്നിട്ടുണ്ട്. അത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ്, സൂര്യൻ പോകുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം സെറ്റായിരിക്കണം. അപ്പോൾ മോശയ്ക്ക് പെട്ടെന്ന് കോപം വന്നു, ദേഷ്യം വന്നു, പക്ഷെ പെട്ടെന്ന് തണുത്തു. അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നില്ല. ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞത് അവനെ ക്ഷമിക്കാനുള്ള ഒരു വിശാല മനസ്സുണ്ടാകണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ നൂറുകണക്കിന് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് കടന്നു വരുന്നവരാണ് വ്യക്തി. ഇസ്രായേൽ മക്കളുടെ ദൈവം പുറപ്പാട് എന്നുള്ള പുസ്തകത്തിനെ നോക്കുമ്പോൾ അവരുടെ യാത്രയാണ്, ജൈത്രയാത്രയാണ്. ആ യാത്രയിൽ എന്തുമാത്രം പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരഭിമുഖീകരിക്കേണ്ടതായിട്ട് കടന്നു വന്നു എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ എല്ലാത്തിനെയും സാഹചര്യോചിതമായിട്ട് അതിജീവിച്ചു പോയി എന്ന് പറഞ്ഞാൽ, ഒരു പ്രശ്നം നിങ്ങൾക്ക് തീർന്നു എന്ന് വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നം തീർന്നുവെന്ന് ആരും ചിന്തിക്കരുത്. വീണ്ടും പ്രശ്നം വരും. പക്ഷേ അതിനെ അതിജീവിക്കുവാനുള്ള ഒരു ആത്മശക്തി നേരത്തെ തന്നെ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് പ്രാപിക്കണം. വല്ലതും പിടിയിട്ടിയോ? നമ്മൾ പ്രശ്നമുഖരിതമായ സാഹചര്യത്തിലൂടെ പോകുന്നവരാണ്. മോശയാണെങ്കിൽ അഭിഷേകം കൂടെ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ വലം കൈയാണെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത ആളാണ് എങ്കിലും പ്രശ്നങ്ങൾ മോശയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. പക്ഷേ സമയോചിതമായ വിധത്തിൽ, സാഹചര്യോചിതമായ വിധത്തിൽ എല്ലാത്തിനെയും അതിജീവിക്കാനുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയാ. പ്രശ്നങ്ങളില്ലാത്ത ലൈഫല്ല മനുഷ്യ ജീവിതം. പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ദൈവത്തിൻ്റെ കൂടെ നടന്ന മോശയ്ക്കും പ്രശ്നങ്ങളുണ്ടെങ്കിലും മോശയെ ദൈവം അഭ്യസിപ്പിച്ചെടുത്തത് എല്ലാത്തിനെയും നിനക്ക് എങ്ങനെ അതിജീവിക്കാം, എല്ലാ വിഷയങ്ങളെയും എങ്ങനെ നിനക്ക് തരണം ചെയ്യാം. നിങ്ങളത് ശീലിക്കണം. നിങ്ങളുടെ ഏകാന്തതകൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ അസമാധാനങ്ങൾ, നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾ, നിങ്ങൾ അനുഭവിക്കുന്ന മറ്റിതര ബുദ്ധിമുട്ടുകൾ, സൊസൈറ്റിയിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ സഭയിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പാരമ്പര്യ സഭയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതിനെയൊക്കെ നിങ്ങൾ അതിജീവിക്കാനുള്ള ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചു പോയോ? ഇല്ല, ചിലരതൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട്. സത്രം. അപ്പോൾ തിരിച്ചു വന്ന സമയത്തിലാണ് അവർ തമ്മിലൊരു ഇറിറ്റേഷൻ. മോശ ക്ഷമിച്ചു. മോശ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ജനത്തോട് ക്ഷമിക്കണം. അവർ തെറ്റിപ്പോയി. വിശ്വാസികൾ ഇങ്ങനെയായിരിക്കണം. ഒരാളൊരു തെറ്റ് കാണിച്ചു എന്ന് വെച്ചുകൊണ്ട് അവരോട് ക്ഷമിക്കാതിരിക്കരുത്. കുറച്ച് സമയത്തിലേക്ക് നമ്മൾ അകന്നിരിക്കുന്നുവെങ്കിലും വേഗത്തിൽ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളുടെ മേൽ കടന്നു വരണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 33-ാമത്തെ അധ്യായത്തിനകത്ത് അവർ പിന്നത്തേതിൽ കാതിൽ കിടന്ന കുണുക്കും കയ്യിൽ കിടന്ന വളയുമൊക്കെ ഉപേക്ഷിച്ചതായിട്ടൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് തൊടുന്നില്ല, അതവിടെ നിൽക്കട്ടെ. ആകയാൽ അതൊരു ശാപം പോലെ അന്യ ദൈവങ്ങളെ ഇവർ യൂസ് ചെയ്തത്, അന്യ ദൈവങ്ങളെ ഇവർ ആഭരണമായിട്ട് ഉപയോഗിച്ചത്, അതൊരു ദൈവത്തിന് ഹിതമില്ലാത്ത ഒരനുഭവമായി തീർന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളിന്ന് പഠിച്ചത്, നമ്മുടെ ആത്മമണ്ഡലത്തിൽ പലപ്പോഴും ഒരുക്കമുണ്ടെങ്കിലും ജഡം ബലഹീനമായിരിക്കുമ്പോൾ നമ്മൾ ആ ജഡത്തിൻ്റെ ബലഹീനതകളെ അതിജീവിച്ച് മുന്നേറണം. പത്രോസിനോട് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവം വാണിംഗ് കൊടുത്തു. ആത്മാവ് ഒരുക്കമുണ്ട്, പക്ഷെ ജഡം ബലഹീനം. ഉറങ്ങും, ക്ഷീണിക്കും, മടുക്കും, വേണ്ടാന്ന് വയ്ക്കും. വരണ്ട, ഇത്രയും ദൂരമല്ലേ, 3 ബസ് കയറണം, 4 ബസ് കയറണം. ഇന്ന് പ്രാർത്ഥന നിർത്തിയപ്പം ബ്രദർ 5:30 തീർത്ത്, നേരത്തെ നിർത്തിയില്ല, താമസിച്ചു പോകും, അതുകൊണ്ട് ഇന്നത്തേക്ക് വേണ്ട എന്നൊക്കെയുള്ള മടുപ്പുകൾ വരും. പക്ഷെങ്കിലും ആത്മാവ് നമുക്ക് ഒരുക്കമുണ്ടെങ്കിൽ ആത്മാവ് ഡയറക്റ്റ് ചെയ്യും പോലെ പോകണം. ആത്മാവ് ഉറങ്ങാൻ പറയുന്നെങ്കിൽ ഉറങ്ങണം. ആത്മാവ് ഉണർന്നിരിക്കാൻ പറയുന്നെങ്കിൽ ഉണർന്ന് തന്നെ ഇരിക്കണം. അപ്പം ആത്മാവ് ഉണർന്നിരിക്കാൻ പറയുന്നെങ്കിൽ ജഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം എപ്പോഴും കംഫർട്ട് സോൺ ആഗ്രഹിക്കും, സുഖലോലുപമായ അനുഭവം ആഗ്രഹിക്കും. ആ ബോഡിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഉപവാസവും പ്രാർത്ഥന. യേശു അതുകൊണ്ടാണ് പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്താലും. കാരണം ഭക്ഷണമില്ലാതെ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് ശരീരം മനസ്സുകളെ, ആത്മമണ്ഡലത്തെ പഠിപ്പിച്ചിരിക്കുകയാണ്. വിശപ്പ് കൊണ്ട് ഞാൻ ക്ഷീണിച്ചു ഇല്ല, ദൈവം പഠിപ്പിച്ചു. അങ്ങനെയല്ല, നമ്മൾ അതിനെ അതിജീവിക്കണം. അതുപോലെ ഉറങ്ങിയാലേ ഉറക്കം അത് നിങ്ങളെ തോൽപ്പിക്കുന്നുവെങ്കിൽ അതിനെ അതിജീവിക്കണം, ജയിക്കണം. ഇന്നൊരു തീരുമാനത്തോടെ നമുക്ക് പോകാം. നമ്മുടെ പ്രാർത്ഥനകൾ തിരിച്ചു കൊണ്ടുവരണം, നമ്മുടെ ആരാധനകൾ തിരിച്ചു കൊണ്ടുവരണം. മോശ പറഞ്ഞതുപോലെ ദൈവം ചെയ്തു. ആ പ്രാർത്ഥനയാണത്. നിങ്ങൾ പറയുന്ന ദൈവം അംഗീകരിക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം മാനിക്കും, നിങ്ങൾ പറയുന്നത് ദൈവം ശ്രദ്ധിക്കും. ആര് ശ്രദ്ധിച്ചില്ലെങ്കിലും ദൈവം ശ്രദ്ധിക്കും.
ദൈവം നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കും. ഞാൻ അനുഭവസ്ഥനാണ്. ഒരു പക്ഷേ ഉറയ്ക്കുന്ന ദൈവദാസനാണ്. ഇല്ല, ചില ഭൂതങ്ങളെ നോക്കിയിട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ നീ ശരീരം വിട്ട് പോകുമെന്ന് പറയുമ്പോൾ ഭൂതം ഓടിപ്പോകുന്നതാണ്. അതെൻ്റെ വാക്ക് കേട്ടിട്ടില്ല. ആ സമയത്തിൽ ദൈവദൂതനെ കൊണ്ട് ദൈവം ആ വ്യക്തിയെ ചെയ്യിപ്പിക്കുന്നതാണ്. മറ്റ് ചിലതിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ദൈവഹിതം കുറച്ച് ദിവസം കൂടെ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാലും പോകത്തില്ല. അപ്പം ദൈവം നമ്മുടെ വാക്കുകളെ മാനിക്കും. നീ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ദൈവത്തിൻ്റെ അധികാരങ്ങളെക്കുറിച്ച് തിരിച്ചറിയണം. ആ അധികാരങ്ങൾ നമ്മൾ യൂസ് ചെയ്യണം. നമുക്കൊരു പൗരത്വമുണ്ട്, ആ പൗരത്വം നമ്മൾ തിരിച്ചറിയണം. വല്ലതും മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ ഇന്ത്യൻ പൗരൻ്റെതായിട്ടുള്ള കുറേ അവകാശങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ. അതുപോലെ ആ അവകാശങ്ങളെ, അധികാരങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചില അവകാശങ്ങളുണ്ട്. ശൈത്താൻ നമ്മളെ ബുദ്ധിമണ്ഡലത്തെ അഫലമാക്കിയിട്ട് നമ്മളെപ്പോഴും ക്ഷീണിത അനുഭവത്തിൽ, എപ്പോഴും തളർന്ന അനുഭവത്തിലൂടെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. ഈ ദിവസങ്ങളിൽ നമ്മൾ അബ്ബാ പിതാവി എന്ന് വിളിക്കത്തക്ക പുത്രത്വത്തിൻ്റെ അവകാശമുള്ളവരാണ്. അങ്ങനെ തീരെ കുറഞ്ഞ പുള്ളികളല്ല. ആ ഒരു അധികാരത്തോടെ, അവകാശത്തോടെ നിങ്ങൾക്ക് മുമ്പിലുള്ള പ്രതിസന്ധികൾ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വ്യക്തിപരമായി ദേവദാസൻ ഡോക്ടർ ഷാജി ഷാലോം അവറുകളെ നേരിട്ട് കണ്ട് പറയുവാനും പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഷാലോം പ്രയർ ടവർ കാട്ടാക്കടയിൽ തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലും ഷാലോം പ്രയർ ടവർ തിരുമലയിൽ ശനിയാഴ്ചയിലും ദേവദാസൻ അവൈലബിൾ ആണ്. നിങ്ങളുടെ സമയം ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ഒരു സന്ദേശം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിനൊക്കെ കാരണമാക്കി മാറ്റട്ടെ. തുടർന്നും ഇതുപോലുള്ള അനുഗ്രഹീതമായ ദൈവവചനം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ ഷാലോം മിനിസ്ട്രീസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ ഒരു അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.